കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിങ്ങിലാണ്. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ അച്ചുകുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു അല്ലേ? തയ്ക്കാൻ എടുക്കാൻ പോകുന്നു. അമ്മയൊന്നും വന്നില്ല, അമ്മയും അച്ഛനും വരുന്നില്ല. നമ്മുടെ കണ്ണൻ കോളേജിൽ പോയിരിക്കുകയാണ്. നമ്മുടെ അച്ഛനെന്തേ? അച്ഛനൊന്ന് നമ്മുടെ കൂട്ടുകാരെ കാണിക്കാനെങ്കിലും അച്ഛനെ ഓടിക്കളഞ്ഞെന്ന് തോന്നുന്നു. എവിടെ അച്ഛോ? അച്ഛനില്ലേന്ന്. അപ്പൊ ഞങ്ങൾ പോയിട്ടൊക്കെ വരാം. നമ്മുടെ അച്ഛൻ വന്നു. കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഇതേ വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേട്ടനാണ് ഓടിക്കുന്നത്. അക്കയും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അങ്ങനെ പുറകെ ഇരിക്കുകയാണ്. ആലപ്പുഴക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ ആലപ്പുഴയിലെത്തി. അങ്ങനെ കടയിലാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ശരണ്യക്ക് തന്നെ സെലക്ട് ചെയ്യാമെന്ന് ഓർത്ത്. കാരണം ശരണ്യക്കുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കളർ വേണമല്ലോ എനിക്കും എടുക്കാൻ. അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവരായിരുന്നു കേട്ടോ ഇവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന എല്ലാവരും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അടുത്തൊരു കടയിലായിട്ട് വന്നു. 2 കടയിൽ നിന്നായിട്ടാണ് നമ്മൾ തുണിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കുള്ള എടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. സെറ്റ് സാരി തന്നെ എടുത്ത, കാരണം അമ്പലത്തിലൊരു ചടങ്ങല്ലേ. കൂട്ടുകാരെ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഓരോരുത്തരും ഓരോന്നും മേടിക്കാനായിട്ട് പോയി. എന്നാൽ ശരി, ഇതിൻ്റെ കൂടെയൊക്കെ നടക്കണ്ടേന്ന് ഓർത്ത് ഞാൻ അവിടെ ഇരുന്ന്. കാരണം ഇവരിഷ്ടമുള്ളതൊക്കെ മേടിച്ചിട്ട് വരട്ടെ. അറിയാമല്ലോ, കടയിൽ വന്നാൽ അവരങ്ങോട്ടോടും ഇങ്ങോട്ടോടും. വരട്ടെ എന്ന് പറഞ്ഞു. ശരണ്യ എൻ്റെ കൂടെ തന്നെ നിൽക്കുക. ഇതൊക്കെ തുണിയെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെ, നമ്മൾ ആദ്യം വന്ന വേറൊരു കട, ഇപ്പം രണ്ടാമത് വേറൊരു കട. തുണിയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വരുന്ന വഴി ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചത്. പക്ഷേ ഞങ്ങൾക്കൊക്കെ കിട്ടി. സോജു അണ്ണനും അച്ചിക്കുട്ടിയും ഓർഡർ ചെയ്തതും വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വെയിറ്റിങ്ങില്ല. കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ വന്ന് എല്ലാവരും നമ്മുടെ കണ്ണപ്പനൊക്കെ കോളേജിൽ നിന്ന് വന്ന്. കണ്ണപ്പനില്ലാതെ പോയി ഞങ്ങൾ പോയപ്പോൾ. പിന്നെ നോക്കിക്കേ വന്ന് എല്ലാരും ഒന്ന് നമ്മുടെ വീഡിയോയാണ്, നമ്മുടെ കൂട്ടുകാരെയും കൂടി കാണിക്കുക കേട്ടാ. അതെങ്ങനെയുണ്ട്? അതാണ് ശരണ്യൊക്കെ എടുത്ത ധാവണി. ഇഷ്ടപ്പെട്ടാച്ചാ? അതെ, നല്ലതാ. അതിന് ചേരുന്ന എനിക്ക് ഷർട്ടിന്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? അത് കാണിച്ചാ ഒന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് കാണിച്ചു. ഇഷ്ടപ്പെട്ട നമുക്ക്? ഇഷ്ടപ്പെട്ട അച്ഛനത്? അച്ഛാ പിന്നെ ഞങ്ങള് ചെല്ലുമ്പോ പിന്നെ അച്ഛനില്ലാതെ, അച്ഛനും അമ്മക്കും ഇല്ലാതെ ഞങ്ങൾ മേടിക്കുന്ന എന്തെങ്കിലും തൃപ്തി ഉണ്ടോ അതില്? അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ പോകുമ്പോ അച്ഛനും അമ്മക്കും ഒക്കെ എടുക്കുമ്പോ അതാണ് ഏറ്റവും വലിയ തൃപ്തി. കണ്ട എന്റെ ഷർട്ട്, അതാണ് ഷർട്ട് പീസ്. പിന്നെ അച്ഛന്റെ ഷർട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. അച്ഛന്റെ ഷർട്ട് കണ്ട, അച്ഛന്റെ ഷർട്ടാണ് മേടിച്ചത്. അച്ഛനൊന്ന് നോക്കിക്കോ, നല്ല പശമ പിടിക്കുന്ന അമ്മയുടെ സാരി ഒന്നുകൂടി കളിച്ചു വരുന്നതാണ്. കണ്ട അടിപൊളി സാരി. അങ്ങനെ ഡ്രസ്സ് എല്ലാവർക്കും എടുത്ത്. അപ്പം നമ്മുടെ അച്ചുക്കുട്ടിയുടെ ഒക്കെ ഡ്രസ്സ് ഇതിൽ കാണിക്കുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു ചടങ്ങുണ്ട്. അതെന്താന്ന് നമ്മുടെ അക്ക എന്ന് പറഞ്ഞു കൊടുത്തത് നമ്മുടെ കൂട്ടുകാരോട്. അത് നമ്മുടെ എൻ്റെ വീട്ടിലെ അടുത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടൊരു വഴിപാടുണ്ട് അർച്ചനയ്ക്ക്. അതിന് വേണ്ടിയിട്ട് അവൾക്ക് ആ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഡ്രസ്സൊക്കെ. സപ്താഹമാണ് അവിടുത്തെ. സപ്താഹത്തില് രുക്മിണി ദേവിയായിട്ട് നമ്മുടെ അച്ചുകുട്ടീനെയാണ് ഒരുക്കുന്നത്. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുത്തത്. ജൂന് അതിന് വേണ്ടിയിട്ട് എടുത്ത ഷർട്ട്. അതെ, ശരണ്യൊക്കെ എടുത്ത ഷർട്ടാണ് അതാണ് ധാവണിയുടെ. ഇത് കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ ഇതാണ് ശരണ്യയുടെ ധാവണിയുടെ. അതെ, അപ്പൊ പിന്നെ അങ്ങനെ എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. അല്ല, അർച്ചനയ്ക്ക് എടുത്തത് നമുക്ക് ദേവിയായിട്ടൊക്കെ ഒരുങ്ങി കാണാം. അപ്പൊ എല്ലാരും ഓർക്കും അപ്പൊ അക്കൊക്കെ എടുത്തില്ല, അണ്ണൻ എടുത്തില്ല. അങ്ങനെയല്ല, എല്ലാവർക്കും എടുത്തിട്ടുണ്ട്.
ഇത് എല്ലാവർക്കും എടുത്ത് ഞാൻ പറയുന്നില്ല, കാര്യം കണ്ണപ്പൻ ഇവിടെ ഇല്ലായിരുന്നു. കണ്ണപ്പനില്ല, കണ്ണപ്പൻ പോയി ഇഷ്ടമുള്ളത് തന്നെത്താനല്ലേ എടുക്കുന്നത്. അതങ്ങനെയാണ്. അതെ അതെ. പിന്നെ അതുകൂടാതെ നമുക്ക് ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അച്ചുകുട്ടിക്ക് സെന്റ് മൈക്കിൾസില് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെ, ഇന്ന് അങ്ങനെ അച്ചുകുട്ടി കോളേജിലേക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ്, അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സന്തോഷ വാർത്തകള്. ജൂലൈ 5 കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതെ, ജൂലൈ 5-ന് നമ്മൾ അച്ചുകുട്ടി രുക്മിണി ദേവിയായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ പോണതും അവിടെ ആ ക്ഷേത്രത്തിലെ ചടങ്ങ് എല്ലാം നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്, കൂട്ടുകാർക്കൊക്കെ പങ്കുവെക്കുന്നതാണ്. അമ്മയുടെ സാരി കാണിച്ചായിരുന്നു, അടിപൊളി, സൂപ്പർ. അതിന്റെ ബ്ലൗസ് പീസ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷ വാർത്ത. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ